പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയും ഹൈറച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഹൈറച്ചിനെ കുറിച്ച് ഇപ്പോൾ ഉള്ള സംഭവങ്ങളിൽ 3 കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. പ്രതാപിൻ്റെ ജാമ്യ കേസ്, രണ്ടാമതായി ക്രൈംബ്രാഞ്ച് കേസ്, മൂന്നാമതായി മുന്നോട്ടുള്ള നടപടികളിൽ നിന്ന് ചില ആൾക്കാർ തുടങ്ങിയ 17-ാം തീയതിക്ക് ശേഷം കേസ് കൊടുക്കാൻ എല്ലാവരും വരൂ എന്ന് പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ച്. അപ്പോൾ ആദ്യം നമുക്ക് പ്രതാപിൻ്റെ ജാമ്യ കേസിൻ്റെ അപ്ഡേറ്റ്സ് നോക്കാം. ജാമ്യ കേസ് 3-ാം തീയതി 4-ാം തീയതി ആയിരുന്നു ജാമ്യ കേസ് എടുത്തിരുന്നത്. അപ്പോൾ 3-ാം തീയതി വൈകുന്നേരം കൊണ്ടുപോയിട്ട് ഹൈറച്ചിൻ്റെ വക്കീൽ കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലം ഈ കേസ് വലിച്ചു നീട്ടാൻ വേണ്ടിയിട്ട് കൗണ്ടർ അഫിഡവിറ്റ് നൽകിയിരുന്നില്ല. അപ്പോൾ കൗണ്ടർ അഫിഡവിറ്റ് നൽകിയില്ലെങ്കിൽ ജാമ്യം റദ്ദാവും എന്ന് പറയുന്ന ആ ഘട്ടത്തിൽ കൊണ്ടുപോയി കൗണ്ടർ അഫിഡവിറ്റ് കൊടുത്തിരിക്കുകയാണ്. കൗണ്ടർ അഫിഡവിറ്റ് കൊടുത്തിരുന്നാൽ നമുക്കറിയാമല്ലോ, കൗണ്ടർ അഫിഡവിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ EDയുടെ പണിയാണ് അതിന് മറുപടി നൽകുക, അതിലെ വിശദാംശങ്ങളെ ഖണ്ഡിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് സ്വാഭാവികമായും ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ കോടതി 2 മാസത്തെ സമയമാണ് ഇതിനു വേണ്ടി കൊടുത്തിരിക്കുന്നത്. സെപ്റ്റംബർ 17-ാം തീയതിയിലേക്ക്, ഒക്ടോബർ 17-ാം തീയതിയിലേക്ക് കേസ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 2 മാസം കൂടി കഴിഞ്ഞ് മാത്രമേ പ്രതാപിൻ്റെ ജാമ്യം റദ്ദാകുന്നതുമായി ബന്ധപ്പെട്ട ED കേസിൽ നൽകിയിരിക്കുന്ന EDയുടെ കല്ലൂരിലുള്ള കോടതി നൽകിയിരിക്കുന്ന ജാമ്യം റദ്ദാകുന്നതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി ഇനി പരിഗണിക്കുക 2 മാസത്തിന് ശേഷമാണ്. പ്രധാനമായും ജാമ്യം നൽകാൻ കാരണമായിരിക്കുന്നത് നമ്മുടെ സെറ്റിൽമെൻറ്റ് ചെയ്യാൻ വേണ്ടി പ്രതാപിൻ്റെ ആവശ്യം ഉണ്ട് എന്നുള്ളതാണ്. സെറ്റിൽമെൻറ്റ് കേസ് നമ്മുടെ സൊസൈറ്റി നൽകുകയും ആ സെറ്റിൽമെൻറ്റിൽ വാദം നടക്കുകയും അവസാനം സെറ്റിൽമെൻറ്റ് കേസ് തള്ളിപ്പോവുകയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിനിടയ്ക്ക് ഹൈക്കോടതിയിൽ നിന്ന് തന്നെ ഒരു പരാമർശമുണ്ടായി, നിങ്ങൾക്ക് നിക്ഷേപകർക്ക് നിക്ഷേപകരെ സെറ്റിൽ ചെയ്യാം എന്നുള്ള ഒരു പരാമർശം കോടതിയിൽ നിന്നുണ്ടായി. അപ്പോൾ അതൊക്കെ വച്ച് കീഴ്ക്കോടതിയെ, കലൂറുള്ള കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ആണ് ഇത്തരത്തിലുള്ള ഒരു ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അത് റദ്ദാക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ ഇല്ലാത്ത കാര്യമാണ്, ഇതൊക്കെ കഴിഞ്ഞുപോയ കാര്യമാണ്. ഈ ബഡ്സ് കേസിലോ അല്ലെങ്കിൽ നമ്മുടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലോ ഇതുപോലെയുള്ള സെറ്റിൽമെൻറ്റുകൾ സാധ്യമല്ല എന്നുള്ള രീതിയിലുള്ള വാദങ്ങളാണ് ED മുന്നോട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് EDയുടെ ജാമ്യം റദ്ദാക്കലുമായി ബന്ധപ്പെട്ട് ഉള്ള അപ്ഡേറ്റ്സ്. ഇനി നമ്മുടെ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ നിലവിൽ ഈ കേസ് സംസ്ഥാനത്തൊട്ടാകെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ FIRകളിലും ഉള്ള ഒറ്റ കേസായി ഇത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചാണ്. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിൻ്റെ സാമ്പത്തിക കുറ്റ വിഭാഗമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. എന്നാൽ ഈ അന്വേഷണം ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാഥമിക അന്വേഷണം പോലും നടക്കാൻ സാധിക്കാത്തതിന് ചില സാങ്കേതിക കാരണങ്ങൾ ക്രൈംബ്രാഞ്ച് പറയുന്നു. അതിൻ്റെ മുഖ്യമായ കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം 100ഓളം FIRകൾ ഹൈറിച്ച് കേസുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കോടതി വിധിയിലുള്ള 42ഓളം കേസുകൾ മാത്രമാണ് ആദ്യഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുള്ളത്. ആ കേസുകളിൽ ചില കേസുകൾ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ അതത് പോലീസ് സ്റ്റേഷൻ കേസ് അന്വേഷിക്കുകയും അതിൻ്റെ ചാർജ് കോടതിയിൽ, അതിൻ്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് തടസ്സമായി വരുന്നത്. ചില കേസുകളിൽ വയനാടുള്ള അല്ലെങ്കിൽ തലശ്ശേരിയുള്ള കേസുകളിലൊക്കെ പോലീസ് സ്റ്റേഷനിൽ അവർ അന്വേഷിച്ച് അതിൻ്റെ കുറ്റപത്രം അതത് കോടതികളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം, ഇങ്ങനെ അന്വേഷണം പൂർത്തിയായ ഒരു കേസുകളിൽ വീണ്ടും മറ്റൊരു ഏജൻസി അന്വേഷിക്കുന്നതിൽ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് കോടതിയുടെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ കുറ്റപത്രം പരിഗണിക്കരുതെന്നും സമഗ്രമായ അന്വേഷണം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് നടത്തുന്നുണ്ട് എന്നും, അതിനാൽ ഈ കുറ്റപത്രം പരിഗണിക്കേണ്ടതില്ല, പുനരന്വേഷണം നടക്കുകയാണ് എന്നുള്ള രീതിയിൽ
ഉള്ള അപേക്ഷ കോടതിയിൽ കൊടുത്ത് കോടതിയുടെ അപ്രൂവൽ വാങ്ങിയതിന് ശേഷം മാത്രമേ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം ആരംഭിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങാത്തത്. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ കോടതികളിൽ ആൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കോടതിയുടെ അനുമതി കിട്ടിയതിന് ശേഷം ക്രൈംബ്രാഞ്ച് അന്വേഷണം ദ്രുതഗതിയിൽ നടക്കുന്നതാണ്. കുറ്റക്കാരായ എല്ലാവരെയും ലീഡർമാർ ഉൾപ്പെടെയുള്ളവർക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ വേറെയൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ മുന്നോട്ടുള്ള നടപടികളിൽ നിന്ന് ചില ആൾക്കാരുണ്ടാക്കിയ 17-ാം തീയതിക്ക് ശേഷം നമുക്ക് കേസ് കൊടുക്കാം എന്നുള്ള ഗ്രൂപ്പിനെ കുറിച്ചാണ്. ആ ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ ഉള്ളത് തികച്ചും ലീഡർമാരാണ് എന്നാണ്. കണ്ണൂരുള്ള പ്രമുഖ ലീഡർമാർ എല്ലാവരും തന്നെ ആ ഗ്രൂപ്പുകളിലുണ്ട്. അപ്പോൾ അവരവിടെ സംസാരിക്കുന്നവരെ, കേസ് കൊടുക്കാൻ വേണ്ടി സംസാരിക്കുന്നവരെയൊക്കെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സജീവമായിട്ട് അവിടെയുള്ളത്. ചായപ്പൊടിയും പുതപ്പും വിറ്റ് കോടികളുണ്ടാക്കിയ സഹോദരിമാരടക്കം ആ ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവരാണ് സെറീനയ്ക്ക് വേണ്ടി ചെലവിന് കൊടുക്കുന്നതും സൊസൈറ്റിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഈ സഹോദരിമാരാണ്. അപ്പോൾ അതേ സഹോദരിമാർ നമുക്ക് നമുക്ക് 17-ാം തീയതിക്ക് ശേഷം കേസ് കൊടുക്കാം എന്ന് പറയുന്ന ഗ്രൂപ്പുകളിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൊസൈറ്റിയുടെ എല്ലാ ലീഡർമാരും, അതിൽ ഭാരിക്ക ഉണ്ടോ എന്ന് മാത്രമേ സംശയമുള്ളൂ, ബാക്കി എല്ലാ ലീഡർമാരും ആ ഗ്രൂപ്പുകളിലുണ്ട്. ഇതും ഒരു പ്രഹസനമാണ്. ഇതൊക്കെ ആരുടെയും പ്രേരണയാൽ അല്ല ഇതൊക്കെ തോന്നേണ്ടത്. സ്വന്തം തോന്നിയിട്ടാണ് ഈ ഒരു തട്ടിപ്പിൽ പെട്ടുപോയാൽ സ്വന്തം ആണ് നിങ്ങൾ തീരുമാനമെടുക്കേണ്ടത്, ആരുടെയും പ്രേരണയാലല്ല. അവർ പറയുന്നത് കേട്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ 3 വർഷം കഴിഞ്ഞ് ഇതുപോലെയുള്ള സിവിൽ കേസുകളിൽ നിങ്ങൾക്ക് പരാതി പോലും പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കോടതിയിൽ നമ്മുടെ ഹൈറിച്ച് കമ്പനി തന്നെ ചിലപ്പോൾ നിങ്ങളെ തള്ളിപ്പറയാൻ സാധ്യതയുണ്ട്. ഇവർക്കൊന്നും പരാതിയില്ലാത്തവരാണ് ഇവർ. നമ്മളെ 3 വർഷം കഴിഞ്ഞാൽ ഇന്ന നിയമപ്രകാരം ഇവർക്ക് പരാതി പറയാൻ സാധിക്കില്ല, ഇവരുടെ പരാതികളൊക്കെ കള്ളപ്പരാതികളാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ കമ്പനി തന്നെ നിങ്ങളെ തള്ളിപ്പറയാനുള്ള എല്ലാ കാര്യമുണ്ട്. നമുക്കറിയാം, സിഇഒയെ വീട്ടമ്മയായി ചിത്രീകരിക്കുന്ന ഒരു കമ്പനിയാണ് ഇവർ. എല്ലാ പ്രൊമോഷനും നടത്തി സ്റ്റേജുകളിൽ വന്ന് അല്ലെങ്കിൽ സൂമിൽ വന്ന് നിങ്ങളുടെ നാട്ടിലെ പരിപാടികളിൽ വന്ന് പ്രൊമോഷൻ ചെയ്ത് നിങ്ങൾക്ക് 5 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ 55 ലക്ഷം കിട്ടും, കോടികളുണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരാൾ ഈ കമ്പനിയായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നും ഇതിൻ്റെയൊക്കെ പിറകിൽ ഇവരുടെ ഭർത്താവാണെന്നും ഇവർ വെറും വീട്ടമ്മയാണെന്നും 2 മക്കളെ പോറ്റി അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് വീട്ടിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണെന്നും ഒക്കെ പറഞ്ഞ് കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടിയിരിക്കുന്ന ഒരു ടീമാണ് ഇവർ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങളെ തള്ളിപ്പറയാനും ഇവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. കുര്യൻ സാറിൻ്റെ ബെഞ്ചിലാണ് പറഞ്ഞിരിക്കുന്നത് 3 വർഷം എന്നുള്ള കാലാവധി. ഇതിന് സിവിൽ പ്രൊസീജിയറിൻ്റെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ നമ്മുടെ ഓംബിക്ക പറഞ്ഞ ഒരു കാര്യം, ഓംബിക്ക പറഞ്ഞത് നമ്മുടെ ക്ലെയിം കൊടുത്തില്ലെങ്കിൽ പൈസ കിട്ടില്ല എന്ന്. നിങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. ക്ലെയിം കൊടുക്കാതെയും പൈസ കൊടുക്കുക ഇവൻ്റെ വേറെയാണ് പറയേണ്ടത്. രാവിലെ തന്നെ എൻ്റെ വീട്ടുകാരെയോ ഒന്നും പറയുന്നില്ല, ചീത്ത പറയാൻ തോന്നുന്നില്ല, അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ ക്ലെയിം കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് 5 പൈസ കിട്ടില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ക്ലെയിമെങ്കിലും കൊടുക്കണം. ക്ലെയിം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ FIRകളും രജിസ്റ്റർ ചെയ്യണം. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ മുന്നിൽ നിങ്ങൾ ജില്ലാ ക്രൈംബ്രാഞ്ചിൽ പോയി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും എന്നെ ഇതിൽ കേൾക്കണമെന്നും എനിക്കിതിൽ മൊഴി നൽകാനുണ്ട് എന്നും പറഞ്ഞ് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളും ക്രൈംബ്രാഞ്ച് നൽകുന്ന ലിസ്റ്റിൽ ഉൾപ്പെടും എന്നാണ്